Hi, hello, welcome back to our channel, My Cooking Stories. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ഡെസേർട്ടാണ്. സ്ട്രോബെറി വാനില പാന കോട്ട ആണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു 100 ml പാലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ചൈന ഗ്രാസോ അല്ലെങ്കിൽ അഗറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഞാൻ നോർമലി ഫ്ലേവറൊന്നും ഇല്ലാത്ത ജെലാറ്റിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പാലിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത ഇനി ഒരു സോസ് പാനിലേക്ക് 200 ml പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിൻ്റെ കൂടെ ഇനി അടുത്ത് ഒഴിക്കുന്നത് ക്രീമാണ്. ഞാനിപ്പോൾ ഇവിടെ തിക്കൻ്റെ ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഏത് ക്രീം വേണമെങ്കിലും യൂസ് ചെയ്യാം. വിപ്പിംഗ് ക്രീം ആയാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. 300 ml ആണ് ക്രീമിൻ്റെ അളവ്. ഇനി ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്കൊരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അടുത്ത് നമുക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത ഇനി ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മൾ പാലിൽ മിക്സ് ചെയ്ത് വെച്ച് ജെലാറ്റിനാണ്. അതും കൂടിയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് ബോയിൽ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അധികം ബോയിൽ ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂട് പോയതിന് ശേഷം ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അടിയിൽ എന്തെങ്കിലും ലംസ് പോലെ കിടക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. അടുത്ത നമുക്കിനി സ്ട്രോബെറി സോസാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഫാമിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുത്ത സ്ട്രോബെറി ആണിത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാർട്ടിൽ കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ സ്ട്രോബെറീസ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടായിരുന്നു കേട്ടോ ഞാനിത് അടിച്ചെടുത്തത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എന്തെങ്കിലും അടിയാത്ത കഷ്ണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് സോസാക്കി മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇനി പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറിക്ക് അധികം മധുരം ഇല്ല, കുറച്ച് പുളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല മധുരമുള്ളതാണ് വേണ്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ഇടാം. ഇനിയും ഇതുപോലെ ഒന്ന് ബോയിലായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിൽക്ക് പുഡിംഗ് ആണ്. അത് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ സ്ട്രോബെറി സോസ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പം ഇത് ചൂട് പോയതിന് ശേഷം വേണം ഈ ഒരു പുഡിങ്ങിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാനില സ്ട്രോബെറി പാന കോട്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രോബെറിക്ക് പകരം വേറെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പം കുറച്ച് പുളിയുള്ളതായിരിക്കും ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. എന്തെങ്കിലും പാഷൻ ഫ്രൂട്ടോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ അങ്ങനെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്സും അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.